2025 ഒരു അടിപൊളി ചൈനീസ് ഡ്രാമയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ദി ഫസ്റ്റ് ഫ്രോസ്റ്റ് എപ്പിസോഡിലേക്ക് പോയാലോ? എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ നായകനും നായികയും ബ്രേക്കപ്പ് ആവുന്ന ഒരു സീനാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ 6 വർഷത്തിന് ശേഷമുള്ള ഒരു സീനാണ് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇഫാൻ ഒരു ന്യൂസ് റിപ്പോർട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവരാണെങ്കിൽ സാഹസികമായിട്ട് കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ ഇവരുടെ ബാക്കിൽ കുറെ സ്മഗ്ലേഴ്സ് ഇവരെ പിന്തുടരുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇവർ സ്മഗ്ലേഴ്സിനെതിരെ ആയിട്ടുള്ള കുറച്ച് ഹിഡൻ ക്യാമറ വെച്ച് അവരുടെ കുറച്ച് ഷൂട്ടേജ് എടുത്തിട്ടുണ്ട്. ഇതും കൊണ്ടാണ് ഇവർ പോകുന്നത്. ഇതേ സമയം സ്മഗ്ലേഴ്സ് ഇവരുടെ പിന്നിൽ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഇഫാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരേ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ അവളുടെ ജോലി ഇതുവരെ പെർമനന്റ് ആയിട്ടില്ല. അവൾ ഇപ്പൊ ഒരു പ്രൊബേഷണറി പീരീഡിലാണ് ഉള്ളത്. അവൾ എന്തെങ്കിലും സെൻസേഷണൽ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടാൽ മാത്രമേ അവൾക്ക് അവിടെ ജോലി പെർമനന്റ് ആയിട്ട് കിട്ടുള്ളൂ. അവസാനം നമ്മുടെ സ്മഗ്ലേഴ്സിന്റെ കയ്യിൽ തന്നെ വന്ന് പെടുകയാണ് നമ്മുടെ ഇഫാനും അവളുടെ കൂടെയുള്ള കൊളീഗും. ഇതേ സമയം അവർ കാറിൽ നിന്ന് വന്ന് ഇറങ്ങി ഇവരെ ഒരുപാട് ചീത്ത പറഞ്ഞ് കാറിന്റെ ബാക്കിലെ ഡോറ് തുറന്ന് ഇവരുടെ ക്യാമറ എടുത്ത് പോവാണ്. നമ്മുടെ ഇഫാൻ ഒരുപാട് തടയുന്നുണ്ട് ക്യാമറ എടുക്കാതിരിക്കാൻ. പക്ഷെ നമ്മുടെ ഇഫാനെ കൊണ്ട് കഴിഞ്ഞില്ല. ഇതേ സമയം അവർ പോയ സ്പീഡിൽ തന്നെ അവരവിടെ ആക്സിഡന്റ് ആവാണ്. ഇത് നമ്മുടെ ഇഫാനും അവളുടെ കൊളീഗും കണ്ടു. എന്നാൽ നമ്മുടെ ഇഫാൻ ഓടിച്ചെന്ന് അവരെ സാഹസികമായിട്ട് രക്ഷിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ കൊളീഗ് അവളോട് പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ ക്യാമറ എടുക്കാന്ന്. ഇതേ സമയം അവൾ പറയുന്നു ഇതൊന്നും അല്ല ഇപ്പോൾ പ്രധാനം, നമ്മൾ ഇവരുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവർ രണ്ടുപേരെയും നമ്മുടെ ഇഫാൻ സാഹസികമായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ഇവർ ഹോസ്പിറ്റലിലേക്ക് വിളിക്കുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ഇഫാൻ കുളിക്കുന്നതാണ്. ഇതേ സമയം അവളുടെ ബാക്കിൽ എന്തോ ഒരു മുറിപ്പാടുണ്ട്. അവൾ അതും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ആരോ അവളുടെ കുളിസീൻ ഒളിഞ്ഞു നോക്കുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യും. എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഡ്രസ് ഇട്ട് അവൾ കുളിച്ച് കഴിയും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഒരു മൊട്ട അവിടെ നിൽക്കുന്നുണ്ട്. അവൾ അയാളോട് ഷൗട്ട് ചെയ്യും നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന്. ഇതേ സമയം അയാൾ അവളോട് പറയും ഞാൻ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വന്നതാണ്, നിനക്കെന്താ പ്രശ്നം, പിന്നെ നീ എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യുമെന്ന് ചോദിക്കും. ഇതേ സമയം അവൾ ഒന്നും മിണ്ടാതെ അവിടുന്ന് പോവും. ഒന്നാമത് ഇവരുടെ അപ്പാർട്ട്മെന്റ് വളരെ ചെറുതാണ്. ഇതാണെങ്കിൽ 3 ആളുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഒന്നൊരു ഫാമിലിയും ഒന്ന് ഈ മുട്ടയും ഒന്ന് നമ്മുടെ ഇഫാനും. ഈ അപ്പാർട്ട്മെന്റിൽ തന്നെ ഏറ്റവും ചെറിയ റൂമാണ് നമ്മുടെ ഇഫാന്റേത്. ഇതേ സമയം നമ്മുടെ ഇഫാൻ ഉറങ്ങുകയായിരിക്കും. പക്ഷെ അവളുടെ സ്വപ്നത്തിൽ പോലും അവളുടെ ചൈൽഡ്ഹുഡ് ട്രോമ അവളെ അലട്ടുന്നുണ്ടായിരുന്നു. അവൾ അത് ഓർത്ത് ഞെട്ടി എണീക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് അവളെ വിളിക്കുന്നുണ്ടാവും. അവളുടെ ഫ്രണ്ട് അവളെ വിളിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഈ സ്ട്രീറ്റിൽ പുതിയ ഒരു കഫേ തുടങ്ങിയിട്ടുണ്ട്. ആ കഫേയിലാണെങ്കിൽ അവിടെയുള്ള ബോസ് ഭയങ്കര ഹോട്ടും ഹാൻഡ്സവുമാണ്. ഈ ഫ്രണ്ടിന്റെ ഒരുപാട് ഫ്രണ്ട്സ് ആ ഒരു കഫേയിൽ പോയിട്ടുണ്ട്. ഇഫാന്റെ അടുത്ത് ഫ്രണ്ട് പറയണം ആ ബോസിനെ വെറുതെ നോക്കിയിരിക്കാൻ തന്നെ നല്ല സുന്ദരനാണ്, നീ എന്തായാലും വരണം, നമുക്ക് ഇന്ന് ആ പുതിയ കഫേയിൽ അവിടെ നല്ല ആംബിയൻസ് ആണ്, നമുക്ക് ഇന്ന് എന്തായാലും അവിടെ പോകണമെന്ന്. ഇതേ സമയം നമ്മുടെ ഇഫാന് മനസ്സോടെ അവൾ അതിന് പോവുകയാണ്. നമ്മുടെ ഇഫാനും അവളുടെ ഫ്രണ്ടും കൂടി കഫേയിലെത്തുന്നതാണ്. ഇതേ സമയം പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ആംബിയൻസും ഉള്ള ഒരു കഫേ ആയിരിക്കും. അവിടെയാണെങ്കിൽ ഒരുപാട് എന്റർടൈൻമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും, മ്യൂസിക് ഉണ്ട്, എല്ലാം കൊണ്ടും ഒരു അടിപൊളി കഫേ. ഇതേ സമയം ഫ്രണ്ട് ആണെങ്കിൽ വന്നത് തൊട്ട് ബോസിനെ തപ്പിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഫ്രണ്ട് ഒരാളെ കാണുമ്പോൾ അവൾ ഇഫാന്റെ അടുത്ത് പറയും അതാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ ഇഫാനെ വലിച്ചുകൊണ്ട് പോകും. ഇതേ സമയം നമ്മുടെ ഇഫാൻ അവനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ കഥയിലെ തുടക്കത്തിൽ തന്നെ കണ്ട നമ്മുടെ നായകനായിട്ടുള്ള യാനായിരിക്കും അത്. ഇഫാൻ അവനെ കണ്ടപ്പോൾ തന്നെ ഭയന്ന് അവിടെ നിന്ന് സ്കൂട്ടാവാനുള്ള പരിപാടിയായിരിക്കും. അവൾ ബാക്കോട്ട് തിരിയുമ്പോഴേക്കും അവിടെയുള്ള വെയിറ്ററുമായിട്ട് കൂട്ടിമുട്ടുകയാണ്. അവളുടെ ഡ്രസ്സിൽ ജ്യൂസ് ആവുകയാണ്. ഇതേ സമയം ഇഫാൻ അത് കേൾക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാലോ ആരെ കണ്ടുമുട്ടരുത് എന്നാണ് ആഗ്രഹിച്ചത്. ബട്ട് അതേ ആളുടെ മുന്നിൽ തന്നെയാണ് നമ്മുടെ ഇഫാൻ വന്ന് പെടുന്നത്. ഈ സമയം ഇഫാൻ ഒന്ന് ഷോക്കാവും. എന്നിട്ട് അവളൊരു ഹായ് പറഞ്ഞ് അവിടുന്ന് പോകാൻ നിൽക്കുമ്പോൾ സാങ് അവളെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവന്റെ കോട്ട് അവളുടെ കയ്യിലേക്ക് കൊടുക്കും. എന്നിട്ട് പറയും ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സും എനിക്ക് ഒരുപാട് വിലപ്പെട്ടതാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഒരു കസ്റ്റമേഴ്സിനും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ഇഫാന് വളരെയധികം ഡൗട്ട് വരുന്നുണ്ട് ഇവൻ എന്താ എന്നെ മനസ്സിലാവാത്തത് എന്നുള്ള കാര്യം. സാങ് ആണെങ്കിൽ ആദ്യമായി കണ്ട് സംസാരിക്കുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഇഫാന്റെ അടുത്ത് സംസാരിക്കുന്നത്. ഇവളും അവനെ മനസ്സിലാവാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതേ സമയം അവൾക്ക് അവൻ തന്ന ജാക്കറ്റ് സ്വീകരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ അവന്റെ പേര് സാങ് എന്ന് വിളിക്കും. ഇതേ സമയം അവന് മനസ്സിലായി അവൾ അത് സ്വീകരിക്കാൻ താല്പര്യമില്ലായിട്ടാണ് അവനെ വിളിച്ചതെന്ന്. ഇതേ സമയം അവൻ തിരിഞ്ഞ് അവളുടെ അടുത്ത് വന്ന് ചോദിക്കും ഇത്രയും ഹാൻസം ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ജാക്കറ്റ് വാങ്ങാന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണെന്ന് പറഞ്ഞ് അവളെ ഒന്ന് മോക്ക് ചെയ്തിട്ട് അവിടുന്ന് പോവും. നമ്മുടെ ഇഫാൻ ആണെങ്കിൽ അവനെ കണ്ട ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. അവളാണെങ്കിൽ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് ഇവന് ശരിക്കും എന്നെ മനസ്സിലായില്ലേന്ന്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവൾ അവളുടെ ഫ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് അവിടെ നടന്ന ഓരോ കാര്യങ്ങളും പറയാണ്. ഇതേ സമയം അവളുടെ ഫ്രണ്ട് പറയും അവൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞോ, അവന് നിന്നോട് സംസാരിക്കാൻ പറ്റുമോ, നിന്റെയൊക്കെ ഒരു ഭാഗ്യം, അവന്റെ പിറകെ എന്തോരം പെമ്പിളാരാ നടക്കുന്നത് നോക്ക്, ഈ എല്ലാ പെമ്പിളാരും അവനെ കാണാൻ വേണ്ടിയാ വന്നതെന്നൊക്കെ പറഞ്ഞ്
അവളുടെ ഫ്രണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവിടെയുള്ള ഓരോ പെൺകുട്ടികളും അവനെ തന്നെ ഓർഡർ എടുക്കാൻ വിളിക്കുന്നുണ്ട്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്തേക്ക് നേരത്തെ വന്ന വെയിറ്റർ ഇവരുടെ ഓർഡറുമായിട്ട് വരികയാണ്. ഇതേ സമയം അവർ പേ ചെയ്ത പൈസയും അവൻ അവിടെ വെക്കും. ഇവർ ഇതിന്റെ റീസൺ ചോദിക്കുന്ന സമയത്ത് അവൻ പറയും, എന്റെ ബോസ് പറഞ്ഞതാണ്, ഞാൻ കാരണം നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായില്ലേ, അതിനൊരു കോമ്പൻസേഷൻ ആണെന്ന്. ഇതേ സമയം ഇഫാന്റെ ഫ്രണ്ടിന് ഇത് ഭയങ്കര സന്തോഷമാവും. എന്നാലും ഇഫാൻ പറയും അതിന് ഒരു കുഴപ്പവുമില്ല, പൈസ തിരിച്ചെടുത്തോളാം. ഇതേ സമയം ഇഫാനെ തന്നെയായിരിക്കും സാങ് ശ്രദ്ധിക്കുന്നുണ്ടാവുക. എന്നിട്ട് വെയിറ്റർ തിരിച്ചു വരുമ്പോൾ അവൻ അവനോട് ചോദിക്കും, അവർ പൈസ അക്സെപ്റ്റ് ചെയ്തില്ലേന്ന്. വെയിറ്റർ ഇല്ല എന്ന് പറയും. ഇതേ സമയം ഡ്രിങ്ക്സ് കഴിച്ചതിന് ശേഷം ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങും. നേരെ ബസ്സിലേക്ക് പോയിട്ട് ഇഫാന്റെ മുഴുവൻ ചിന്തയും സാങ്ങിനെ കുറിച്ചായിരിക്കും. സാങ്ങും അവളും ഒരുമിച്ചുള്ള ഒരുപാട് നല്ല നല്ല മെമ്മറീസ് അവൾ ഇങ്ങനെ ഓർത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങുക. അങ്ങനെ അവൾ അവളുടെ അപ്പാർട്ട്മെന്റിൽ എത്തി. എന്നിട്ട് പിന്നെ രാവിലെയാണ് കേട്ടോ കാണുന്നത്. ഇതേ സമയം അവൾ രാവിലെ തന്നെ ഇന്നലെ പോയ കഫേയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. അവൾ അവിടെ എത്തിയ അവിടെയുള്ള അതേ വെയിറ്ററിൻ്റെ അടുത്ത് പറയും, ഇന്നലെ ഞങ്ങൾ ആ ടേബിളിലാണ് ഇരുന്നത്, അവിടെ നിന്ന് നിങ്ങൾക്കൊരു ബ്രേസ്ലെറ്റ് കിട്ടിയിരുന്നോ എന്ന് ചോദിക്കും. അവളുടെ ഫ്രണ്ടിന്റെ ബ്രേസ്ലെറ്റ് ഇന്നലെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും കേട്ടോ. ഇതേ സമയം അവൾ ആ വെയിറ്ററിൻ്റെ അടുത്ത് പറയും, ഇന്നലെ ഞങ്ങൾ ആ ടേബിളിലാണ് ഇരുന്നത്, അവിടെ നിന്നൊരു ബ്രേസ്ലെറ്റ് കിട്ടിയിരുന്നോ എന്ന്. അപ്പോൾ അവിടെയുള്ള വെയിറ്ററും മാനേജറും അവളുടെ അടുത്ത് പറയും, അങ്ങനെ ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഇതേ സമയം അവൾ അവളുടെ നമ്പർ എഴുതി കൊടുത്തിട്ട് പറയും, നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് അങ്ങോട്ട് സാങ്ങിന്റെ വരവ്. സാങ് ആണെങ്കിൽ ആ നമ്പർ കൊടുക്കുന്നതിന് മുമ്പ് അതെടുത്ത് കൈക്കലാക്കും. എന്നിട്ട് അവരോട് പറയും ഒന്നുകൂടി പോയി ചെക്ക് ചെയ്യാൻ. ഇവരാണെങ്കിൽ ഇങ്ങനെ കളഞ്ഞു പോകുന്ന സാധനങ്ങളെല്ലാം അവിടെ എടുത്ത് വെക്കുന്ന ഒരു ക്യാബിനറ്റ് ഉണ്ടാവും. എന്നിട്ട് അയാൾ ഒന്നുകൂടി പോയി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ആ ബ്രേസ്ലെറ്റ് കിട്ടും. ചിലപ്പോൾ അത് സാങ് തന്നെ എടുത്തു വെച്ചതായിരിക്കാം. വെയിറ്റർ ആ ബ്രേസ്ലെറ്റ് തിരിച്ച് ഈഫാന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നുണ്ട്. ഈഫാനും സാങ്ങും കണ്ണും നോക്കി ഒന്നും പറയാതെ അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ ലേറ്റ് ആയിട്ട് നമ്മുടെ ഈഫാൻ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ബ്രേസ്ലെറ്റ് കിട്ടിയോന്ന്. ഇതേ സമയം ഇഫാൻ കിട്ടിയെന്ന് പറയും. അതേസമയം ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ട ഒരാള് ഗിഫ്റ്റ് തന്ന സാധനമാണ്, താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണുന്നത് ഇന്നും നമ്മുടെ ഇഫാൻ ലേറ്റ് ആയിട്ട് അപ്പാർട്ട്മെന്റിൽ എത്തുന്നതാണ്. ഇതേ സമയം അവൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ അപ്പാർട്ട്മെന്റ് ഷെയർ ചെയ്യുന്ന ഫാമിലിയിലുള്ള ഭാര്യയും കുട്ടിയും പുറത്തേക്ക് പോവാണ്. അവളോട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ലേറ്റ് ആവും, നിനക്ക് എന്തെങ്കിലും കൊണ്ടുവരണമെന്ന്, ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി. ഇതേ സമയം ഇഫാൻ പറയുന്നുണ്ട് ഒന്നും വേണ്ടാന്ന്. എന്നിട്ട് അവൾ റൂമിലേക്ക് പോയിട്ട് കുളിക്കാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഡോർ തുറക്കുന്ന സമയത്ത് ദേണ്ടാ നിൽക്കുന്നു. ഇപ്പൊ പുറത്തു പോയ അവരുടെ ഹസ്ബൻഡ് ഇയാളാണെങ്കിൽ തക്കം പാർത്ത് നിൽക്കുമായിരുന്നു നമ്മുടെ ഇഫാനെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊരു വല്ലാത്ത സീനായിരുന്നു. എൻ്റെ വൈഫ് വരാൻ ഇനി 2 മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞ് അവളെ വലിച്ചയച്ച് അയാളുടെ റൂമിലേക്ക് കൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം അയാൾ അവളോട് ചോദിക്കുന്നത്, നീ എന്താ വിചാരിച്ചത്, ഞാൻ ടോയ്ലറ്റിലൊക്കെ ക്യാമറ വെച്ചിട്ടുണ്ട്, നീ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിനക്ക് ഇവിടെ ആരുമില്ല, ഒരു പൂച്ചക്കുഞ്ഞ് പോലും ഇല്ല, നിനക്ക് ഈ ലോകത്ത് ആരുമില്ല, നീ ഒറ്റക്കാണ്, നീ ഇനി എത്ര അലമുറ ഇട്ടാലും നിന്നെ രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ഇഫാന് ഇതിനു മുമ്പും ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അവളുടെ ഉള്ളിലേക്ക് എല്ലാം കൂടി കയറിയിട്ട് അവൾ അലമുറയിട്ട് കരയാണ്. ഇതേ സമയം അങ്ങോട്ട് മൊട്ട ഓടി വരും. എന്നിട്ട് ഇയാളുമായിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്യും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ലാസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നതാണ് കാണുന്നത്. അവിടെയാണെങ്കിൽ ഇഫാനും ഉണ്ടാവും. എന്നിട്ട് ഇഫാന്റെ അടുത്ത് അവിടെയുള്ള ഓഫീസർ പറയുന്നുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് മൊത്തം ഞാൻ സെർച്ച് ചെയ്തു, അവിടെ ഹിഡൻ ക്യാമറാസ് ഒന്നുമില്ല, ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂന്ന്. എന്നിട്ടും ഇഫാൻ വളരെ പരിഭ്രാന്തമായി നിൽക്കുന്ന കണ്ടിട്ട് ഓഫീസർ പറയാണ്, അവിടേക്ക് ഞാൻ വേറൊരു ഓഫീസറിനെയും കൂടി വിടാന്ന്. അപ്പോൾ അവള് പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. എന്നിട്ട് ഇഫാൻ അവിടുന്ന് പോകുന്നതിന് മുമ്പ് അയാളുടെ ഭാര്യയുടെ അടുത്ത് പോയിട്ട് പറയും, നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നിങ്ങൾ ഇതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ നിങ്ങളുടെ മോനെ നന്നായിട്ട് വളർത്തണം എന്ന്. ഭാര്യക്കാണെങ്കിൽ ഇഫാന്റെ മുഖത്തേക്ക് പോലും നോക്കാനുള്ള ധൈര്യമില്ലായിരുന്നു. ഇതോടെ ഈ ഒരു എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് കൈയാണ്. സെക്കൻഡ് പാർട്ട് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതുവരെ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ.